എത്രങ്ങാനും ഉണ്ട് നിങ്ങൾ പോകുമ്പോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനും പതിവ് പോലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്ന പാടെ തന്നെ നമ്മൾ ചെടികൾക്കൊക്കെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. അകത്ത് വെക്കുന്ന ചെടിയല്ലേ, അപ്പോൾ അധികമൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അധികം വന്നാലും ആ ഒരു വൈറ്റ് പാത്രത്തിൽ അടിയിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ, അകത്തൊന്നും പോവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മീനുകൾക്കും തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങിയത്. ഇന്നലത്തെ ചിക്കൻ വെച്ചിട്ടൊരു ഗ്രേവി ഉണ്ടാക്കി, നല്ല സ്ട്രോങ് പാൽ ചായയും പിന്നെ പൊറാട്ടയും കൊണ്ടുവന്നിട്ട് അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും അധികം കെട്ടിമറിയാനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം സമയം കിട്ടി. അപ്പം നേരെ ചൂലെടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് അടുക്കള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇവിടെ നമ്മൾ വേസ്റ്റ് പച്ചക്കറി അതുപോലെ തന്നെ ഉള്ളിത്തോലും ഇതൊക്കെ നമ്മൾ തൈകളെ മുരട്ടിട്ട് കൊടുക്കുന്നതുകൊണ്ട്, അതായത് മുരട്ട് മീൻസ് ചോട്ടിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ കോഴികളൊക്കെ അത് ചെനക്കും. കാക്ക, പക്ഷികൾ, പൂത്താങ്കേരി അങ്ങനത്തെ കുറേ അണ്ണാനൊക്കെ വന്നത് ചെനക്കിയിട്ട് ആകെ മുറ്റത്ത് ഇങ്ങനെ പരത്തി ഇട്ടിട്ടുണ്ടാവും രാവിലെ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ അടുത്ത പരിപാടിക്ക് നിന്നത്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചെരുപ്പൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ ഇട്ട് കുറേ ഒന്നുമില്ല, അതല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇട്ട് ഊരിയിടും എന്നല്ലാതെ കഴുകുന്ന പരിപാടി എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ടില്ല കേട്ടോ. അപ്പോൾ സമയം കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചൂലെടുത്ത് അകത്തേക്ക് പോയി എന്ന് മാത്രമല്ല മാറാലൊക്കെ തട്ടിയിട്ടാണ് ഞാനിന്ന് അടിച്ചോരിയത് കേട്ടോ. ഓരോ കാറ്റാണ്, അതിലങ്ങോട്ട് തോന്നുമ്പോൾ അങ്ങോട്ട് എടുത്താൽ അതങ്ങോട്ട് കഴിയും, ഇല്ലെങ്കിൽ അങ്ങനെ മടി പിടിച്ച് കിടക്കും. പിന്നെ ചേച്ചിയൊക്കെ വന്നാൽ ഉഷാറായിട്ട് എടുത്തു തരും. പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിളിക്കാനും തോന്നൂല, ഒഴിപോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകും. ആ സമയത്താണ് ഇക്ക കൂട്ടാൻ വാങ്ങാൻ പോയത് കേട്ടോ, ഉച്ചക്കൊക്കെയുള്ള കൂട്ടാൻ വാങ്ങാൻ പോയത്. അപ്പോൾ എന്നോടാണ്, എടി നല്ല കുഞ്ഞ മത്തിയുണ്ട്, നല്ല ടേസ്റ്റ് ആയിക്കാരം, അത് വാങ്ങിയാലോ, ഞാൻ നന്നാക്കി തരാം, അതാണ് ഹൈലൈറ്റ് കേട്ടോ, ഞാൻ നന്നാക്കി തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനിവിടെ നല്ല തിരക്കിലാണ്, നിങ്ങൾ എന്നാൽ അത് കൊടുന്നോളിയും പറഞ്ഞു. വാങ്ങിയാൽ മതി, 1/2 കിലോ വാങ്ങിയാൽ മതി കേട്ടോ, കഴിയൂല, അത് തിന്ന് കഴിയൂല എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഇവിടെ കൊടുന്ന് വീട്ടിലെത്തിയപ്പോൾ ഇക്കാക്കും ഇങ്ങനെ ഒരു അങ്ങോട്ട് കിടന്നിട്ടും ഇങ്ങോട്ട് കിടന്നിട്ടും ഞാനത് നന്നാക്കി കഴിയുന്നവരെ അടുക്കളയൊക്കെ അങ്ങോട്ട് വരാൻ കഴിയണില്ല. എനിക്കറിയാം അത് വാങ്ങുമ്പോൾ തന്നെ ഞാൻ നന്നാക്കേണ്ടിയിരുന്നു. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല കേട്ടോ, കുറച്ച് മീനല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ കിലോക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ മീൻ അത്ര പോരാ, അതുകൊണ്ട് വേഗം വറ്റിച്ചേക്കാണ്. ഫ്രൈ ചെയ്ത് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് മാറ്റം ഉണ്ടാവും എന്നറിയാം. മീൻ്റെ കഥ പറഞ്ഞപ്പോഴേ പ്രധാനപ്പെട്ടൊരു കാര്യങ്ങളോട് പറയാൻ വിട്ടുപോയി. പിന്നല്ലേ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീലിൽ കണ്ടതാണ്, ചോറ് തിളപ്പിച്ച് ഊറ്റുമ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിന് പകരം അത് നല്ലോണം കഴുകി വാരി കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലിൽ ഓഫാക്കിയാൽ നല്ല ചോറ് കിട്ടുന്നുള്ളത്. ഞാനത് ട്രൈ ചെയ്തിട്ടോ, സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഒറ്റ വിസിലിട്ടോ, അതിൽ തന്നെ നിർത്തണം, വേവ് കൂടി പോവുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ പുതുതായിട്ടുണ്ടാക്കിയ ആ ഒരു ചോറിൻ്റെ അതേ ലെവലുണ്ട് കേട്ടോ. നമ്മൾ കഴുകി ഇങ്ങനെ കൈകൊണ്ട് കോരിയിടുമ്പോൾ കുറച്ച് വെള്ളം പെടുമല്ലോ, ആ വെള്ളം കുക്കറിൽ വിസിൽ വരുമ്പോൾ ആ ചൂടാവുമ്പോൾ ആ വെള്ളം വലിയും ചെയ്യും, എന്നാൽ കൂടില്ല കുറയൂല, അങ്ങനെ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം വീഡിയോ എടുത്തത്. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞങ്ങാണ്ടേ മഴ ഇപ്പം ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നായിരുന്നു. അപ്പോഴാണ് നമുക്ക് പണി തുടങ്ങണമെങ്കിൽ JCB വന്നിട്ട് നമ്മൾ പനൻ്റെ കുറ്റിയൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ JCBക്ക് പോയി വിളിച്ചപ്പോൾ എന്തായാലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വന്നിട്ടുണ്ട്. സത്യം പറയാലോ, നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന പ്ലാൻ ഇതാ വലിയ ബഡ്ജറ്റിക്ക് പോവുകയാണ്. കാരണം പനൻ്റെ കുറ്റി ഉണ്ടല്ലോ, അവിടുന്ന് പോന്നപ്പോഴേക്കും ഒരു കിണറിൻ്റെ പോലെ ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി ഇതൊക്കെ നമ്മൾ മുറ്റത്തിൻ്റെ ലെവലിൽ പടുത്ത് പൊന്തിച്ചണം. അതിനൊക്കെ കല്ലെത്ര വേണ്ടി വരും. നമ്മളാണെങ്കിൽ എന്താ പറയുക, ഇത്രത്തോളൊന്നും എക്സ്പെൻസ് കരുതാതെയാണ് അത് തുടങ്ങിയത്. എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും, എന്നാലും അങ്ങനെയല്ലേ, ഓരോന്ന് പണി വരുന്ന വഴികളാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കി അത്യാവശ്യം നല്ല തലയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് സോണിയും ചെറിയപ്പവും പൊന്നൊക്കെ വന്നത് കേട്ടോ. ഇവിടെ JCB ഒക്കെ വന്നങ്ങാണ്ട് വഴിയൊക്കെ ആകെ എന്താ പറയുക, തോടാണോ കുളമാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ തറവാട്ടിൽ വണ്ടി ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ നാളികേരല്ല ഇളനീന് കേട്ടോ, അതൊക്കെ നിറയെ
ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ല. അതിൽ ഞാൻ വീട്ടിലേക്ക് മാറ്റി വെച്ചിരുന്ന നാളികേരമൊക്കെ ഒരെന്നെ വെട്ടലും കുടിക്കലൊക്കെ തിരക്കാണ്. ആ സമയത്താണ് ഇക്ക ഇവിടെ ഒരു വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഉണ്ണിയപ്പം ചൂടാന്ന് പറഞ്ഞത് കേട്ടോ. ഇക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അത് ഉള്ളത് പറയണല്ലോ, ഞാൻ എത്ര ട്രൈ ചെയ്താലും ആ ഒരു ലെവലിലേക്ക് എത്തൂല. ആര് കഴിച്ചാലും അതിന് നല്ല അഭിപ്രായമാണ് പറയൽ കേട്ടോ. അപ്പോൾ ഇവർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് പച്ചരി ഇട്ടുകൊണ്ട് നമുക്ക് കുറച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കുറേ ആയാലും അതൊക്കെ കൂടെ ചുട്ട് കഴിയുമ്പോൾ പണിയാവും. പിന്നെ ഇക്കാൻ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിലും അതിന് ചുറ്റിപ്പറ്റിയുള്ള ബാക്കിയുള്ള പണികളൊക്കെ എൻ്റെ മേൽക്കേക്കാറില്ല വരിക. എന്നാലും അതുണ്ടാക്കുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൂസ് ഉറങ്ങുമായിരുന്നു. ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരിക്കണം. നേരെ എണീറ്റ് വന്ന് കണ്ട് നിലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അതായത് അവൻ ആ ഒരു മടിയൊക്കെ ഉണ്ട് എന്നാൽ കണ്ട സന്തോഷമൊക്കെ കൂടെ ആയിരുന്നു. അങ്ങനെ അതാ ഇവിടെ ഒരു സൈഡിൽ ഉണ്ണിയപ്പം സെറ്റാക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ ഫുഡിനുള്ള വേറെ പരിപാടി, പിന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി. അങ്ങനെ ചായ വേണ്ടാന്ന് അവർ കുറേ പറഞ്ഞു, എന്നാലും ഉണ്ണിയപ്പത്തേക്ക് ചായ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോഴേക്ക് അവരെത്താനും ടൈം വൈകി. പിന്നെ JCB വന്നുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം ചുടാനും ഒക്കെ ടൈം വൈകി. അപ്പോൾ പിന്നെ ഇനി വേറെ സ്നാക്സ് ഒന്നും വേണ്ട, ചോറ് അറേഞ്ച് ചെയ്യുക, ചോറ് എന്താ വെച്ചാൽ ഓർഡർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. വന്ന് കുറേ സമയമായിട്ടും ചായ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെ ആൾക്കാരല്ലേ, ഇല്ലത് തിന്നാന്നുള്ളൊരു പോളിസിയാണ്. അതിപ്പോൾ ഇനി അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലൊക്കെ അവനാൻ്റെ ആൾക്കാരാകുമ്പോൾ ഒരു ബേജാറും. ഉണ്ണിയപ്പം ഉണ്ടല്ലോ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ ചുട്ടതാണ്. പക്ഷേ ഫസ്റ്റത്തെ വാക്ക് ചട്ടീന്ന് അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ കരുതി കയ്യിൽ പോയിന്ന്. എനിക്ക് സത്യം പറയാൻ നല്ല സങ്കടം വന്നു. എന്താ വെച്ചാൽ ഇക്ക അത്രയും ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത്, എന്നിട്ട് ശരിയായില്ലല്ലോ പഠിച്ചോനെ എന്നൊക്കെ കരുതി. പക്ഷേ ആദ്യം ചുട്ടത് മാത്രമേ ആ പ്രശ്നം ഉണ്ടായതുള്ളൂ. എന്താ നമ്മൾ മാവ് കൂട്ടി കുറച്ച് സമയം അത് വെച്ചില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം. അതിന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് അതൊക്കെ അങ്ങനെ സെറ്റായിട്ടോ. പിന്നെ അവർക്ക് ചോറ് ഞാൻ വെച്ചത്, പിന്നെ മീൻകറി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊന്നും സോണിയൊക്കെ കഴിച്ചു. നല്ല മീൻകറിയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് മന്തിയാണ് കൊടുന്നിരുന്നത്. മോളൂനെയും വിളിച്ചിട്ടോ. പിന്നെ അവിടെ മോനുമില്ല, മോനു പിന്നെ വെട്ടത്തൂരാണ് ഓൻ്റെ ഉമ്മാൻ്റെ, അതായത് താത്താൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് മോളൂനെ വിളിച്ചു. ആദൂനും കുറച്ച് ചോറ് കൊടുത്തയക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനുണ്ടല്ലോ ഈ ചോറ് ഇവിടെ എത്തിയൊക്കെ തന്നെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇവരൊക്കെ കഴിച്ചത്. ഞാൻ എന്താ അങ്ങനെ ചെയ്തത് വെച്ചാൽ എല്ലാവരും കൂടി ഇരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൂസ് എന്തായാലും അയക്കൂല. പിന്നെ മന്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിന്നുമ്പോൾ ഞാൻ തിന്നാതെ നിൽക്കൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരോട് എത്ര നിൽക്കാൻ പറഞ്ഞിട്ടും നിൽക്കണില്ല, അവർക്ക് പോയേ തീരുള്ളൂ. അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് ഒരു പോവാണ് പറഞ്ഞിട്ടോ. അപ്പം ഞാനുണ്ടല്ലോ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കൊടുന്നതിന് ചോറിൻ്റെ പാത്രങ്ങളും, ചോറ് മീൻസ് എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുപോരുന്നതാണല്ലോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഏതായാലും ഒരു വന്നിലേക്ക് എഴുതിങ്ങാണ്ട് ഒരു കീസിലിട്ടുങ്ങാണ്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ഇളനീന് പൊന്നൂനും കൊടുത്തയച്ചു. അങ്ങനെ ഒരു പോവാൻ ഇറങ്ങിയപ്പോത്തിന് അപ്പൂസിൻ്റെ മുഖഭാവങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് പോകണം, എനിക്കും പോകാൻ നല്ല പൂതിയുണ്ട്, അല്ലെങ്കിൽ ഓല് ഇവിടെ നിൽക്കേണ്ടിയിരുന്നു. എന്തായാലും നിന്നതുമില്ല, ഞാൻ പോയതുമില്ല കേട്ടോ. ഇന്നലെ മിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളെങ്കിലും എനിക്ക് അങ്ങോട്ടൊരു വലിവാണ്, സൈഡ് വലിവ് കയറിയില്ലേ, അത് വേണം പറയാൻ. അങ്ങനെ ഓരൊക്കെ പോയി. അകത്ത് ഒരു തുമ്പിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൂസിന് തുമ്പിനെയൊക്കെ കാണിച്ചു കൊടുത്ത് കുറേ നേരം അതിന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ടാണ് കിച്ചണിക്ക് ഞാൻ വന്നത്. എല്ലാം ക്ലീൻ ചെയ്തതാ, പാത്രങ്ങളൊക്കെ കഴുകി കരക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൂസ് ഇതാ അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കും പോയിട്ടൊന്ന് കിടന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.